നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. 2027 സെൻസസിനോടനുബന്ധിച്ച ഡീലിമിറ്റേഷൻ നടപടികൾ ത്വരിതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് BJP നേതൃത്വം. അതായത് BJPക്ക് അനുകൂലമാക്കി തന്നെയാണ് അവർ ചെയ്യുന്നത്. ഉദ്യോഗസ്ഥരും ബന്ധപ്പെട്ട നോഡൽ ഓഫീസേഴ്സുമെല്ലാം BJP പറയുന്നതിനപ്പുറത്തേക്ക് ഒരു തീരുമാനമില്ല. സുപ്രീം കോടതി പക്ഷപാതപരമായാണ് പെരുമാറുന്നത് എന്നുള്ളത് കപിൽ സിബൽ ഉൾപ്പെടെയുള്ളവർ മുദ്ര കുത്തി കഴിഞ്ഞിരിക്കുകയാണ്. അത്രയും മോശമായ അവസ്ഥയിലൂടെ എങ്ങനെയാണ് സുപ്രീം കോടതിക്ക് കടന്നു പോകാൻ കഴിയുന്നത്? മുൻഗാമികളെല്ലാം നിഷ്പക്ഷ നിലപാട് സ്വീകരിക്കുമ്പോൾ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് എടുക്കുന്ന നടപടി അതൊരിക്കലും മതേതര ഭാരതത്തിന് ഭൂഷണമല്ല എന്നുള്ള കാര്യത്തിൽ ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? പറഞ്ഞു വരുന്നത്, ഈ രാജ്യത്തെ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കാൻ അഭിജിത് ദീപ് കെയ്ക്കും സംഘത്തിനും തോന്നിയ കാര്യം എന്താണ്? കോക്രോച്ച് ജനതാ പാർട്ടി എന്ന രീതിയിൽ അവർ ഇന്ത്യ മുന്നണിയുമായി കൈകോർത്ത് തന്നെയാണ് പ്രതിഷേധ പരിപാടികൾ നടത്തുന്നത്. അവരുടെ അടുത്ത ലക്ഷ്യം ഡീലിമിറ്റേഷൻ നടപടികളെ എതിർക്കുക എന്നുള്ളതാണ്. ഒന്നെങ്കിൽ സത്യസന്ധമായി GDPയുടെ കൂടി കണക്കെടുത്തുകൊണ്ട് വെറും ജനസംഖ്യയുടെ പേരിലല്ല, ജനസംഖ്യാ നിയന്ത്രണം ഏറ്റവും ഭംഗിയായി നടത്തിക്കൊണ്ടിരിക്കുന്ന കേരളവും തമിഴ്നാടും ആന്ധ്രയും കർണാടകയും ഒക്കെ പമ്പര വിഡ്ഢികളാകുന്ന കാഴ്ചയാണോ കാണേണ്ടത്? 10 കൊല്ലം മുമ്പ് കർണാടകയുടെ ജനസംഖ്യ എത്ര? അതിൽ നിന്നും ഒരു 15-20 ലക്ഷം പേരായിരിക്കും 10 കൊല്ലം കഴിഞ്ഞപ്പോൾ കൂടിയത്. എന്നാൽ ഉത്തർപ്രദേശിലോ 16 കോടിയായിരുന്ന ജനസംഖ്യ 25 കോടിയായി. അവർക്ക് അധികം 100 മണ്ഡലം അനുവദിക്കണം എന്ന് പറഞ്ഞാൽ അതെന്ത് നിയമമാണ്? അപ്പോൾ ഏറ്റവും ഭംഗിയായി ഫാമിലി പ്ലാനിങ് നടപ്പിലാക്കിയവരെല്ലാം കഴുതകളും കൂഷ്മാണ്ഡങ്ങളുമാകുന്ന കാഴ്ചയിലെ നമ്മുടെ ഭാരതം സാക്ഷ്യം വഹിക്കുന്നത്. 888 ലോക്സഭാ അംഗങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന പുതിയ മന്ദിരമാണ് സർക്കാർ പണിയിച്ചത്. എന്നാൽ ആ മന്ദിരത്തിൽ കൂടുതലും ഇരിക്കേണ്ടത് UP-കാരും ബീഹാറികളുമാണ് എന്നുള്ളത് ഏത് കോത്തായത്തെ നിയമമാണ് എന്നുള്ളതാണ് എല്ലാവരും ചോദിക്കുന്നത്. പറഞ്ഞു വരുമ്പോൾ വർഗീയത ഏറ്റവും കൂടുതൽ ആളിക്കത്തിക്കാൻ കഴിയുന്നത് ഉത്തര ഭാരതത്തിലാണെന്ന് നിസ്സംശയം അവർക്കറിയാം. അവർക്ക് ഒറ്റ ബുദ്ധിയാണ്. അവരെ ഒരു രീതിയിലും പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയില്ല. സത്യാവസ്ഥകൾ പറഞ്ഞു കൊടുത്താൽ അത് എത്ര പേർക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുമെന്നും അറിയില്ല. അവർ രാജ്യത്തിൻ്റെ ഓളം എന്താണ് അതിനോടൊപ്പം അങ്ങ് നിൽക്കും. ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടി BJPയുടെ കൊള്ളകൾ ജനങ്ങളെ മനസ്സിലാക്കിയിട്ടല്ല അവരോടൊപ്പം ജനങ്ങളെ എത്തിക്കുന്നത്. സമാജ്വാദി പാർട്ടി പ്രവർത്തനം മികവാർന്ന രീതിയിൽ കൊണ്ടുപോകുന്നത് കൊണ്ട് മാത്രം. അതായത് ജനങ്ങൾക്ക് ഇപ്പോഴും തിരിച്ചറിവില്ല അയോധ്യയിൽ വഞ്ചിക്കപ്പെട്ടത് തങ്ങളുടെ വിശ്വാസി സമൂഹത്തെയാണെന്ന്. അതാണ് BJPയുടെ കുടില ബുദ്ധി എന്ന് പറയുന്നത്. ഏതായാലും രണ്ടും കൽപ്പിച്ച് തന്നെയാണ് കോൺഗ്രസും അതുപോലെ അഭിജിത് ദീപ് കെയും നീങ്ങുന്നത്. ഡീലിമിറ്റേഷനിലൂടെ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകൾക്ക് ഏറ്റവും കുറഞ്ഞ പക്ഷം അവരുടെ കോമ്പൻസേഷൻ നടപ്പിലാക്കുക, GSTയിലൂടെ വലിയ രീതിയിൽ നികുതി വെട്ടിച്ചെടുക്കുന്ന കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമനും BJPയുടെ നേതൃത്വവും ഒന്ന് മനസ്സിലാക്കണം. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളാണ് ഇന്ത്യയുടെ GDPയെ താങ്ങി നിർത്തുന്നത്.